നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം 70 ദിവസത്തിനുള്ളിൽ കൈ നിറയെ പണം കർഷകർ സമ്പാദിക്കുന്നു. വിദേശിയായ ക്യാപ്സിക്കം ഇപ്പോൾ മലയാളികളുടെ തീൻമേശയിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മിക്ക കറികളിലും ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർക്കാറുണ്ട്. വലിയ വില കൊടുത്താണ് പലപ്പോഴും നാം ക്യാപ്സിക്കം വാങ്ങുന്നത്. എന്നാൽ ഇവ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന കാര്യം പലർക്കും അറിയില്ല. നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ഇത് കൃഷി ചെയ്യാൻ കഴിയും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല ഇനം ക്യാപ്സിക്കം വിത്തുകൾ നഴ്സറികളിൽ നിന്നോ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നോ വാങ്ങാവുന്നതാണ്. നേരിട്ട് വിത്ത് വിതയ്ക്കുന്നതിനേക്കാൾ ചെറിയ തടങ്ങളിൽ പാകി മുളപ്പിച്ച് തൈകൾ മാറ്റി നടുന്നതാണ് നല്ലത്. ഏകദേശം 4 ആഴ്ചയ്ക്കുള്ളിൽ തൈകൾ മാറ്റി നടാം. തൈകൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടുന്നതാണ് നല്ലത്. ഇങ്ങനെ നടുമ്പോൾ ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ സമമായി കലർത്തുക. മണ്ണിലെ അമ്ലാംശം കുറയ്ക്കാനും വേരുപടലം ശക്തമാക്കാനും അല്പം കുമ്മായമോ കുമ്മായപ്പൊടിയോ ചേർക്കാം. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച വളം ഉപയോഗിക്കുന്നത് വേര് ചീയൽ തടയാൻ സഹായിക്കും. ക്യാപ്സിക്കം ചെടികൾക്ക് മിതമായ ഈർപ്പം ആവശ്യമാണ്. അതിനാൽ ദിവസവും 2 നേരം ചെടി നനയ്ക്കുക. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ചെടി വളർന്നു വരുമ്പോൾ കായയുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് താങ്ങ് നൽകണം. നട്ട് 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. അപ്പോൾ ഈ കൃഷിയിലൂടെ നല്ല വരുമാനം കർഷകർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കൃഷിയും എല്ലാവരും ചെയ്തു നോക്കുക. നമ്മൾ ഒരു കൃഷി മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ റബ്ബർ കൃഷി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ അതിനോടൊപ്പം തന്നെ പല കൃഷികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെയേറെ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു ആഹ്ലാദവും കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.